ഉളുപ്പ് തൂങ്ങി ആത്മഹത്യ ചെയ്തു. നാണവും മാനവും വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്തു. മറ്റൊന്നും കൊണ്ടല്ല, ഡൽഹി ജന്തർ മന്ദറിലെ കോൺഗ്രസിന്റെ രാഷ്ട്രീയ കാപട്യം കണ്ട്. നമസ്കാരം പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ചൂടും തണുപ്പും വകവയ്ക്കാതെ തെരുവിൽ ഉറങ്ങിയും പോലീസിന്റെ ലാത്തിയടിയും കണ്ണീർ വാതകവും നേരിട്ട് ഡൽഹി ജന്തർ മന്ദറിൽ രാജ്യത്തെ വിദ്യാർത്ഥികളും യുവാക്കളും നടത്തിയ ഐതിഹാസികമായ സമരങ്ങൾ നമ്മൾ കണ്ടതാണ്. എന്നാൽ ഇന്ന് എന്താണ് സംഭവിക്കുന്നത്? ആ സമരത്തിന്റെ വിയർപ്പും രക്തവും വിദ്യാർത്ഥികളുടേതാണെന്ന് മറന്നുകൊണ്ട് അതിന്റെ ക്രെഡിറ്റ് മുഴുവൻ രാഹുൽ ഗാന്ധിയുടെ അക്കൗണ്ടിലേക്ക് മാറ്റാൻ കോൺഗ്രസിന്റെ സൈബർ പോരാളികൾ മത്സരിക്കുകയാണ്. ഇത് ചരിത്രത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ വഞ്ചനയാണ്, വിദ്യാർത്ഥി സമൂഹത്തോടുള്ള വെല്ലുവിളിയാണ്. നമ്മൾ ഓർക്കേണ്ട ഒരു വലിയ സത്യമുണ്ട്. ജന്തർ മന്ദറിലെ സമരഭൂമിയിലേക്ക് വിദ്യാർത്ഥികൾ എത്തിയത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ഔദാര്യം കൊണ്ടല്ല. തങ്ങളുടെ ജീവനും ജീവിതവും ഭാവിയും ചോദ്യം ചെയ്യപ്പെടുമ്പോൾ സ്വന്തം അവകാശങ്ങൾക്കായി അവർ തെരുവിൽ ഇറങ്ങുകയായിരുന്നു. രാപ്പകലില്ലാതെ ഒരു വെള്ളത്തുള്ളി പോലും കുടിക്കാൻ കിട്ടാതെ ഭരണകൂടത്തിന്റെ ക്രൂരമായ അവഗണനയെ ഒറ്റയ്ക്ക് നേരിട്ടത് ഈ രാജ്യത്തെ സാധാരണക്കാരായ വിദ്യാർത്ഥികളാണ്. അന്ന് സമരപന്തലുകളിൽ വിദ്യാർത്ഥികൾ അനുഭവിച്ച യാതനകൾക്ക് കോൺഗ്രസിന്റെ എയർ കണ്ടീഷൻ ചെയ്ത മുറികളിൽ ഇരുന്നിട്ടുള്ള നേതാക്കൾക്ക് സാക്ഷ്യം വഹിക്കാൻ പോലും കഴിയുമായിരുന്നില്ല. എന്നിട്ട് സമരത്തിന്റെ വിജയം കണ്ടപ്പോൾ പെട്ടെന്ന് വണ്ടി കയറി വന്ന് മൈക്കിന് മുമ്പിൽ നിന്ന് ഞാനാണ്, ഞങ്ങളുടെ നേതാവാണ് ഈ സമരം വിജയിപ്പിച്ചത് എന്ന് പറയുന്നത് എന്ത് ധാർമ്മികതയാണ്? ഇന്ന് കോൺഗ്രസിന്റെ സൈബർ ഗ്രൂപ്പുകൾ നടത്തുന്ന പ്രചാരണം വളരെ കൃത്യമായ അജണ്ടയോടുകൂടിയുള്ളതാണ്. ഏതൊരു ജനകീയ പ്രക്ഷോഭത്തെയും ഹൈജാക്ക് ചെയ്യുക, അതിന്റെ ക്രെഡിറ്റ് ഒരു വ്യക്തിയിലേക്ക് മാത്രം ചുരുക്കുക, ഇതാണ് കാലങ്ങളായി കോൺഗ്രസ് പയറ്റുന്ന അടവ്. വിദ്യാർത്ഥികൾ സ്വന്തം വിയർപ്പ് കൊണ്ട് പടുത്തുയർത്തിയ വിജയത്തിന്റെ ഉടമസ്ഥാവകാശം ഒറ്റ രാത്രി കൊണ്ട് രാഹുൽ ഗാന്ധിക്ക് ചാർത്തിക്കൊടുക്കാൻ സൈബർ കോൺഗ്രസുകാർ നടത്തുന്ന ഈ ശ്രമം തികഞ്ഞ കാപട്യമാണ്. സമരം നടക്കുമ്പോൾ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യാൻ മാത്രം വരികയോ അല്ലെങ്കിൽ അവസാന നിമിഷം ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കുകയോ ചെയ്തത് കൊണ്ട് ആ സമരം അവരുടെ വകയാകില്ല. സമരത്തിന്റെ പണം മുടക്കിയവരോ ലാത്തിയടി വാങ്ങിയവരോ രാഹുൽ ഗാന്ധിയല്ല, അത് ഈ രാജ്യത്തെ തെരുവിൽ പൊരുതിയ വിദ്യാർത്ഥികളാണ്. കോൺഗ്രസ് രാഷ്ട്രീയ പാർട്ടിക്ക്, അവരുടെ നേതാക്കൾക്ക് ഈ രാജ്യത്തെ യുവത്വത്തെ എപ്പോഴും തങ്ങളുടെ രാഷ്ട്രീയ മുതലെടുപ്പിനുള്ള ചവിട്ടുപടിയാക്കി മാറ്റാമെന്നാണ് വ്യാമോഹം. എങ്കിൽ ആ ധാരണ തിരുത്തുന്നതാണ് ഇവിടുത്തെ വിദ്യാർത്ഥികളുടെ മനോഭാവം. ഞങ്ങളുടെ രാഷ്ട്രീയത്തിന് അതീതമായി ചിന്തിക്കുന്നവരാണ്. നിങ്ങളുടെ PR വർക്കുകൾക്കും ഫോട്ടോ സെഷനുകൾക്കും വേണ്ടി സമരങ്ങളെ അടിയറവ് വയ്ക്കാൻ ഞങ്ങൾ ഒരുക്കമല്ല. രാഹുൽ ഗാന്ധിയോ കോൺഗ്രസോ പിന്തുണച്ചു എന്ന് വെച്ച് ആ സമരം അവരുടെ മാത്രം വകയായി മാറില്ല. പിന്തുണ നൽകുക എന്നത് വേറെ, സമരത്തിന് നേതൃത്വം കൊടുത്ത് അത് വിജയത്തിലെത്തിക്കുക എന്നത് വേറെ. ഈ വ്യത്യാസം തിരിച്ചറിയാൻ കഴിയാത്തവരാണ് ഇന്ന് കോൺഗ്രസിന്റെ സൈബർ ഇടങ്ങൾ നിയന്ത്രിക്കുന്നത്. ചരിത്രം എഴുതപ്പെടുന്നത് സമരമുഖത്ത് രക്തം ചിന്തിയവരുടെ പേരിലാണ്, അല്ലാതെ എയർപോർട്ടിൽ വന്ന് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തവരുടെ പേരിലല്ല. ജന്തർ മന്ദർ സമരം വിജയിച്ചത് ഈ രാജ്യത്തെ വിദ്യാർത്ഥികളുടെയും യുവാക്കളുടെയും അടിയുറച്ച പോരാട്ട വീര്യം ഒന്നുകൊണ്ട് മാത്രമാണ്. അതിൽ കോൺഗ്രസ് രാഷ്ട്രീയ പാർട്ടിയുടെ ഔദാര്യമില്ല. ഈ കപട അവകാശവാദങ്ങളെ നമ്മൾ തിരിച്ചറിയുക തന്നെ വേണം. വിദ്യാർത്ഥി സമൂഹം എക്കാലത്തും നീതിക്ക് വേണ്ടി പൊരുതും. ആ പോരാട്ടത്തിന്റെ ക്രെഡിറ്റ് ആർക്കും അടിച്ചെടുക്കാൻ ഞങ്ങൾ അനുവദിക്കുകയുമില്ല. ഡൽഹി ജന്തർ മന്ദറിൽ വിദ്യാർത്ഥികൾ നടത്തിയ ഐതിഹാസിക സമരത്തിന്റെ വിജയം തങ്ങളുടെ അക്കൗണ്ടിലേക്ക് മാറ്റാൻ കോൺഗ്രസ് സൈബർ ഗ്രൂപ്പുകൾ കിണഞ്ഞു ശ്രമിക്കുന്നത് നമ്മൾ കണ്ടു. എന്നാൽ യഥാർത്ഥത്തിൽ ഈ സമരത്തിന്റെ ചൂടും ചൂരും അറിഞ്ഞ് പോലീസിന്റെ ലാത്തിയടിയും അറസ്റ്റും നേരിട്ട് തെരുവിൽ ഒപ്പം നിന്നത് ആരാണ്? കോൺഗ്രസിന്റെ എയർ കണ്ടീഷണർ നേതാക്കളോ അതോ ഡൽഹിയിലെ കൊടുന്തണുപ്പിലും വെയിലിലും വിദ്യാർത്ഥികൾക്കൊപ്പം തോൾ ചേർന്ന് പൊരുതിയ ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനകളോ? ഇന്ന് ആ സത്യം തുറന്നു പറയാൻ സമയമായിരിക്കുന്നു. നമ്മൾ ഓർക്കേണ്ട ഒരു വസ്തുതയുണ്ട്. ഡൽഹിയിൽ വിദ്യാർത്ഥി സമൂഹം ഭരണകൂടത്തിന്റെ ക്രൂരമായ വേട്ടയാടലിന് ഇരയായപ്പോൾ സമരം വെറും ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റിൽ ഒതുങ്ങുകയല്ല ചെയ്തത്. SFI, AISA, AISF തുടങ്ങിയ ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ ഡൽഹിയിലും രാജ്യത്തുടനീളവും സമരത്തിന് നേരിട്ട് നേതൃത്വം നൽകുകയും സമരമുഖത്ത് സജീവമായി അണിനിരക്കുകയും ചെയ്തു. സമരം ശക്തി പ്രാപിച്ചപ്പോൾ SFI അഖിലേന്ത്യാ നേതൃത്വം നേരിട്ട് സമരവേദിയിലെത്തുകയും അറസ്റ്റുകളെയും പോലീസിനെയും വകവയ്ക്കാതെ നിരാഹാര സമരമടക്കമുള്ള തീവ്രമായ പ്രതിഷേധങ്ങളിലേക്ക് കടക്കുകയും ചെയ്തു. രാഷ്ട്രീയപരമായ അഭിപ്രായ വ്യത്യാസങ്ങൾക്കപ്പുറം വിദ്യാർത്ഥികളുടെ യഥാർത്ഥ അവകാശ പോരാട്ടങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പോലീസിനെതിരെയും കേന്ദ്ര സർക്കാരിനെതിരെയും തെരുവിൽ ഉറച്ചു നിന്നത് ഈ ഇടതുപക്ഷ യുവജന വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളാണ്. എന്നാൽ ഇതിനിടയിൽ നമ്മുടെ സ്വന്തം കേരളത്തിലെ KSUവും കേശുകുഞ്ഞുങ്ങളും യൂത്ത് കോൺഗ്രസും എവിടെയായിരുന്നു? ഡൽഹിയിലെ പ്രധാന സമരഭൂമിയിൽ വിദ്യാർത്ഥികൾ അടിവാങ്ങിക്കുട്ടുമ്പോൾ കേരളത്തിൽ സ്വന്തം പാർട്ടിയുടെ ഗ്രൂപ്പ് വഴക്കുകളും അടിപിടികളും തീർക്കാനായിരുന്നു അവർക്ക് നേരം. ഡൽഹി സമരത്തിന് എന്ത് ക്രിയാത്മകമായ സംഭാവനയാണ് KSUവും യൂത്ത് കോൺഗ്രസും നൽകിയിട്ടുള്ളത്? ഒരു വലിയ ദേശീയ പ്രക്ഷോഭം നടക്കുമ്പോൾ ഡൽഹിയിലേക്ക് വണ്ടി കയറി വന്ന് സമരക്കാരുടെ മുന്നിൽ നിന്ന് 2-3 ഫോട്ടോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇടുക എന്നതല്ലാതെ സമരത്തിന്റെ ആസൂത്രണത്തിലോ അതിജീവനത്തിലോ ഇവർക്ക് യാതൊരുവിധ സ്വാധീനവും ഉണ്ടായിരുന്നില്ല. എന്നിട്ട് സമരം വിജയിച്ചപ്പോൾ രാഹുൽ ഗാന്ധി വിചാരിച്ചത് കൊണ്ടാണ് ഇത് വിജയിച്ചതെന്ന് വരുത്തി തീർക്കാൻ ഈ കോൺഗ്രസ് സൈബർ കൂട്ടായ്മകൾ നടത്തുന്ന പ്രചരണം തികച്ചും രാഷ്ട്രീയ തട്ടിപ്പാണ്. കോൺഗ്രസിന്റെ ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാകും.
രാജ്യത്ത് എവിടെയെങ്കിലും ജനങ്ങൾ സ്വന്തം വിയർപ്പ് കൊണ്ട് സമരം വിജയിച്ചാൽ അടുത്ത ദിവസം രാവിലെ അതിന്റെ പോസ്റ്റർ അടിച്ചിറക്കാൻ ഇവർ മുന്നിലുണ്ടാകും. സമരം ചെയ്തവർ രാപ്പകലില്ലാതെ കഷ്ടപ്പെടുമ്പോൾ തിരിഞ്ഞു നോക്കാത്തവരാണ് വിജയം കണ്ട ഉടനെ അതിന്റെ അവകാശവാദവുമായി വരുന്നത്. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ സമരമുഖത്തു നിന്ന് പോരാടുമ്പോൾ അതിന്റെ ക്രെഡിറ്റ് മുഴുവൻ ഒറ്റ രാത്രി കൊണ്ട് രാഹുൽ ഗാന്ധിക്ക് ചാർത്തി കൊടുക്കുന്ന ഈ സൈബർ ഗീബൽസ് തന്ത്രം വിദ്യാർത്ഥി സമൂഹം തിരിച്ചറിയുന്നുണ്ട്. സമരം വിജയിച്ചത് വിദ്യാർത്ഥികളുടെയും അവരോടൊപ്പം തെരുവിൽ ഉറച്ചുനിന്ന SFI അടക്കമുള്ള യഥാർത്ഥ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുടെയും പോരാട്ടം കൊണ്ടാണ്. അല്ലാതെ ഡൽഹിയിലെ സമരപന്തൽ എവിടെയാണെന്ന് പോലും അറിയാത്ത കോൺഗ്രസ് നേതാക്കളുടെ PR വർക്ക് കൊണ്ടല്ല. ഈ കപട അവകാശവാദങ്ങളെ നമ്മൾ തുറന്നു കാട്ടുക തന്നെ വേണം. വിദ്യാർത്ഥി സമരങ്ങളുടെ ചോര കുടിച്ച് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുന്നവരെ ഇനിയും ജനം തിരിച്ചറിയേണ്ടതുണ്ട്. കാക്കിയിട്ട ആ പൂതനയുടെ തല്ല് കൊള്ളുന്നത് SFI നേതാവ് സഖി, അത് തടയാൻ ശ്രമിക്കുന്നത് SFI നേതാവ് ശരണ്യ. മെയ് മാസം 12 മുതൽ ഏകദേശം 2.5 മാസമായി നീറ്റ് സമരരംഗത്തുള്ള സഖാക്കളാണ് മറ്റ് സഖാക്കളോടൊപ്പം. എന്നാൽ കോൺഗ്രസിന്റെ സൈബർ കൂട്ടങ്ങൾ ഇന്ന് പ്രചരിപ്പിക്കുന്നത് അത് NSUI-യുടെ, അതായത് അന്താരാഷ്ട്ര KSUവിന്റെ കരുത്തരായ വനിതാ പോരാളികൾ ഷബീന ബീഗവും അദിതി യാദവും എന്നാണ്. നാണമില്ലേ എന്ന് ചോദിക്കുന്നില്ല, കാരണം നാണമുള്ളവരോടല്ലേ അത് ചോദിക്കേണ്ടത്. കോൺഗ്രസുകാരായതുകൊണ്ട് അതുണ്ടാകാൻ ചാൻസുമില്ല. പോരാട്ടങ്ങളുടെ രണഭൂമികളിൽ ചോര കൊണ്ട് ചരിത്രം രചിക്കുന്ന സമരഭൂമികളിൽ SFI-യുടെയും DYFI-യുടെയും ഇടതുപക്ഷത്തിന്റെ നേതാക്കളെ കാണാം. അവിടെ കോൺഗ്രസിന്റെയോ യൂത്ത് കോൺഗ്രസിന്റെയോ KSUവിന്റെയോ ഒരൊറ്റ കുഞ്ഞുങ്ങളെയും കാണാൻ കഴിയുന്നില്ല. അവരെ ആകെ കാണാൻ കഴിയുന്നത് വെടിപൊട്ടാറുള്ള, പടക്കം പൊട്ടാറുള്ള സ്ഥലങ്ങളിൽ മാത്രമാണ്. പാവപ്പെട്ട പെൺകുട്ടികളെ, നിരപരാധികളായ പെൺകുട്ടികളെ വിവാഹ വാഗ്ദാനം നൽകി അവരെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കി ഗർഭചിത്രം നടത്തുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ പോലുള്ള സെക്സ്വൽ പെർവട്ടർമാരുടെ പിന്തലമുറക്കാരായി അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ നിങ്ങൾ മുന്നിൽ നിന്നോളൂ. എട്ടുകാരി മമ്മൂഞ്ഞിന്റെ സ്വഭാവം ഇനിയെങ്കിലും നിർത്തി യഥാർത്ഥ രാഷ്ട്രീയ ബോധം മനസ്സിലാക്കാൻ ഇനിയെങ്കിലും കോൺഗ്രസിന്റെ സൈബർ വെട്ടുകിളിക്കൂട്ടങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും നന്മകൾ നേരുന്നു.